ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഉണ്ട് ഇതുപോലെയുള്ള നമ്മുടെ കൊലുസുണ്ടല്ലോ. ഇപ്പോൾ എല്ലാവരുടെയും കാലം കണ്ട് ഇതുപോലെ ചെറിയ ചെയിൻ്റെ കൊലുസായിരിക്കും. അപ്പോൾ വേണ്ട ഈ കൊലുസ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, നല്ലപോലെ കളറ് പോയി ചെയിനെല്ലാം നല്ലപോലെ വെളുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഇതുപോലുള്ള ചെറിയ പാദസരങ്ങൾ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് നല്ല തിളക്കത്തോടുകൂടി നല്ല കളറോടുകൂടി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പം നിങ്ങൾക്ക് ഈ പാദസരത്തിൻ്റെ ചെയിൻ നോക്കിയാൽ അറിയാം, നല്ലപോലെ കളർ പോയിട്ടുണ്ട്. മറ്റേ ആ ബോൾ പോലത്തെ സാധനം വലിയ കളറൊന്നും പോയിട്ടില്ല. എങ്കിലും ഈ ഒരു കൊലുസിനെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള 2 സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് നല്ല തിളക്കത്തോടു കൂടി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ. ആദ്യം തന്നെ നമ്മൾ 2 പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കുക. വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ കൊലുസ് എടുക്കുക. കൊലുസ് എടുത്തിട്ട് ഞാനിവിടെ എടുക്കുന്നത് പുളിയാണ്, വാളംപുളി. അപ്പോൾ ഞാൻ കൊലുസ് എടുത്തപ്പോൾ നല്ലപോലെ അങ്ങ് കുരുങ്ങിപ്പോയി കേട്ടോ. കാരണം ചെറിയ കൊലുസല്ലയോ, ഇത് രണ്ടും കൂടെ ചേർന്ന് അങ്ങ് ജോയിൻ്റായി. അപ്പോൾ ഞാൻ പെയ്യെ നല്ലൊന്ന് ആദ്യം അഴിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ കൊലുസ് 2ആയിട്ട് കൊളുത്ത് ഊരിയിട്ടേക്കുവാണ്. അപ്പോൾ നമുക്കിനി കൊളുത്ത് എല്ലാം യോജിപ്പിച്ചിട്ട് സെപ്പറേറ്റ് 2ആക്കി നിങ്ങളെ ആദ്യം കാണിച്ചു തരാം. മാലയാണെന്ന് തോന്നുന്നവർ കാണും, അതല്ല കേട്ടോ, പാദസരം തന്നെയാണ്. ഞാനിപ്പോൾ 2ആയിട്ടാക്കിയിട്ട് അതിൻ്റെ കൊളുത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ രണ്ടും കൂടെ നമ്മൾ ചെയ്യുമ്പം ഇത് കുരുങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേണ്ട ഒരെണ്ണം ഞാൻ കൊളുത്തിട്ട് അടുത്തതും കൊളുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പിഴുപുളി ഉണ്ടല്ലോ, വാളംപുളി കുറച്ചെടുക്കുക, വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് നനയ്ക്കുക. നമ്മുടെ പാദസരത്തിലും കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് ശേഷം നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. ആ ഒരു 5 മിനിറ്റോളം നൈസായിട്ട് നമ്മുടെ പാദസരത്തിൻ്റെ പുറത്തോട്ടൊന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴും ഇത് തമ്മിൽ കുരുങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇനി ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ചെയ്യാതെ. ഈ വാളംപുളിക്ക് പകരം വാളംപുളി ഇല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ എടുക്കാം കേട്ടോ. പകുതി നാരങ്ങ എടുത്തിട്ട് ഇതുപോലെ ഉരച്ചു കൊടുക്കാവേ. രണ്ടും ഒരേ റിസൾട്ട് തന്നെ തരും. അപ്പം ഞാനിവിടെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് പുളി എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുളി ഇട്ട് നല്ലതുപോലെ നമ്മുടെ കയ്യിലിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. ഉരച്ചു കൊടുത്തിട്ട് നമുക്ക് കഴുകിയെടുക്കാവേ. പിന്നെ ഒരു മെത്തേഡുണ്ട് ഞാൻ പറയാവേ. നേരത്തെ ഞാൻ നമ്മുടെ വലിയ പാദസരങ്ങൾ, അതായത് വീതിയുള്ള പാദസരത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഒരു 3 ലാക്കോളം വ്യൂവും നല്ല പോലെ റിവ്യൂ ചെയ്ത് കമൻറ്റ് റിസൾട്ട് കിട്ടിയവരും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എല്ലാം നല്ല രീതിക്ക് മൂവായി അതിന് നല്ല ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 100 കമൻറ്റിൽ 95% റിസൾട്ട് കിട്ടിയതാണ്. അപ്പം നിങ്ങളൊന്ന് ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ വീഡിയോസ് എല്ലാം അതിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതേണ്ട ഇതുപോലെ നമ്മൾ 2ആയിട്ടിട്ടൊന്ന് ചെയ്ത് നോക്കി കേട്ടോ. കുരുങ്ങുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ 2ആയിട്ടിട്ട് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതേണ്ട ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കുക, വെള്ളത്തിനകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ 2 മെത്തേഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ പാദസരത്തിന് ഈ 2 മെത്തേഡ് മതി. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്തടുത്ത് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഓഫ് ചെയ്തിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു രീതി തന്നെ നിങ്ങളെ ചെയ്ത് റിസൾട്ട് കാണിക്കുന്നത് കേട്ടോ, ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണിക്കുന്നത്. അപ്പോൾ അതേണ്ട പുളി ഇട്ട് നമ്മൾ പാദസരം കഴുകിയിട്ടുണ്ട്. അപ്പോൾ അന്നേരം തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങളൊന്ന് നോക്കുക. അതിനുശേഷം ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ ആ പാദസരത്തിൻ്റെ കളർന്ന് നോക്കുക, നല്ല പോലെ തിളങ്ങുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് കേട്ടോ. അതുകൂടെ കഴിയുമ്പോഴത്തേന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പുതിയ കൊലുസ് പോലെ തന്നെ ഇരിക്കും കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ 2ാമത്തെ സ്റ്റെപ്പ് വേണ്ട പഴയ ഒരു ബ്രഷും നമ്മുടെ കുറച്ച് പേസ്റ്റും കേട്ടോ. ഏത് പേസ്റ്റായാലും കുഴപ്പമില്ല, ഏത് പേസ്റ്റാണെന്ന് ചോദിക്കേണ്ട, ഏത് പേസ്റ്റായാലും കുഴപ്പമില്ല. അതിട്ട് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു തുണിക്കകത്ത് തുടച്ചെടുക്കുക കേട്ടോ. ഈ 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കൊലുസിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ലൈവായിട്ടാണ് കാണിക്കുന്നത്, കട്ട് ചെയ്തിട്ടൊന്നും അല്ല. പാത്രത്തിൽ നേരത്തെ വെള്ളം എടുത്ത് വെച്ച് സാധനങ്ങളെല്ലാം അടുത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതേണ്ട നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ കൊലുസ് കടയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ തന്നെ ഈ ചെറിയ കൊലുസ് കേട്ടോ, ചെറിയ കൊലുസ് അതേ രൂപത്തിൽ അത്രയും തിളക്കത്തോടു കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കി.
അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടച്ചൊന്നും കാണിക്കാതെ തന്നെ നിങ്ങളെ കാണിക്കും കേട്ടോ. നിങ്ങളൊന്ന് സൂക്ഷിച്ച് തന്നെ നോക്കുക. നല്ല റിസൾട്ടുണ്ട്, നല്ല തിളക്കമുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ 2 മെത്തേഡാണ്. ഞാനിതിനെ തുടച്ചിട്ട് ഞാൻ ഇരുന്നിടത്ത് വെച്ചിട്ട് തന്നെ നിങ്ങളെ വീഡിയോ കാണിച്ചു തരാം. നേരത്തെ ഇരുന്നത് ഞാൻ ഈ കൊലുസ് ആദ്യം കാണിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാണ് ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലായി കാണും. ചെറിയൊരു പാസരമാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറും 2 സാധനങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കറുത്ത് പോയ പാദസരം നമ്മൾ ഷോപ്പിൽ കൊടുത്ത് വലിയ പൈസ ഒന്നും ചിലവാക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് അത് നമുക്ക് അത്യാവശ്യമാണ്. അത് നല്ലതായാലും കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്പൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.